ഒന്നര കോടി രൂപയുടെ 1.5 കോടി രൂപയുടെ സ്കാം നമസ്കാരം, ഫൈനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഏതാനും മണിക്കൂർ മുമ്പ് ഞാനൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതൊരു വിസ സ്കാമുമായി ബന്ധപ്പെട്ട് ഈ നിൽക്കുന്ന യുവതിയിൽ നിന്നും എങ്ങനെയൊക്കെയോ 13 ഉദ്യോഗാർത്ഥികളിൽ നിന്നും 36 ലക്ഷത്തി സംതിങ് രൂപയാണ് അവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഈ കാണുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് നാടകീയ രംഗങ്ങളാണ് മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ അരങ്ങേറിയത്. എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് ഇന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു വിഷയത്തിൽ FIR-ഓ കേസോ രജിസ്റ്റർ ചെയ്യാത്തത്? ഇന്നത്തെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം മുതൽ ഞാൻ ഇതിന്റെ പിന്നിലുള്ള യുദ്ധത്തിലാണ്. രാവിലെ കമ്മീഷണർ ഓഫീസിൽ പോയി അവിടെ നിന്ന് നീതി കിട്ടാൻ വേണ്ടി സംസാരിച്ചു. സാറ് പറഞ്ഞ വൈകുന്നേരം 4 മണിക്ക് അവരിവിടെ വരും എന്ന് പറഞ്ഞു. ഇവിടെ ഫോർട്ട് സ്റ്റേഷനിൽ ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കറിയാന്നുള്ളത്, ഒരു 50,000 രൂപയുടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പോലും, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം എതിർകക്ഷിയെ വിളിക്കും. ഇവിടുന്ന് എനിക്കൊരു കോള് പോലും വന്നിട്ടില്ല. കഴിഞ്ഞ 26-ാം തീയതി മുതൽ 17-ാം തീയതി നീങ്ങിയ കംപ്ലൈന്റ് ഈ സ്റ്റേഷനിൽ 25-ാം തീയതി എത്തി. ഞാൻ ഈ സ്റ്റേഷനിൽ വന്ന് ഇവിടുത്തെ SI സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു, സ്മിത നമുക്ക് CMP ചെയ്യുന്ന നിങ്ങൾ നല്ലൊരു അഡ്വക്കേറ്റ് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു എന്റെ കമ്പനി അഡ്വക്കേറ്റ് ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നത്. സാറ് പോലീസിന് റോളും ഇല്ല, കോടതിയിൽ CMP ഫയൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അങ്ങ് ചെയ്തേക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ വൈഫ് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും പറയുന്നു അങ്ങനെ പേരൂർക്കട ഒരു ക്രൈംബ്രാഞ്ച് ഇല്ല, അത് ഉദ്യോഗസ്ഥ ക്ലർക്ക്, അവർക്ക് യൂണിഫോം ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് പോലീസ് നടപടിയിലുള്ള ഒരു വ്യക്തിയല്ല. ശരി, പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരുന്നാലും അതിനുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. അതായത് ഞാൻ പ്രതി എന്നുള്ള രീതിക്കാണ് എന്നോട് പെരുമാറിയത്. ശരി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എന്റെ അഡ്വക്കേറ്റും അതിന്റെ അനുയായികളും എല്ലാവരും വന്നിരുന്നു. എന്റെ ഒത്തിരി കാൻഡിഡേറ്റ്സിന്റെ പിള്ളേരുടെ അവരുടെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഓരോ കാൻഡിഡേറ്റ്സിനെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ പ്രതിക്കാണ് സംരക്ഷണം. ഈ വിസ സ്കാമിൽ പെട്ടുപോയ മറ്റൊരു ഇര കൂടി നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്. ഇന്നലെ ഞാനൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്: ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി 35 ലക്ഷം രൂപ പറ്റിച്ച 2 പേർക്കെതിരെ പല തവണ പല സ്റ്റേഷനുകളിലും നിരവധി FIR-ഉം ലുക്കൌട്ട് നോട്ടീസും ഇട്ടുവെങ്കിലും ഇതുവരെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പോലീസ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന് എൻക്വയറിയായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടതിന്റെ സംഘർഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതാ മറ്റൊരു ഇര കൂടി ചതിക്കപ്പെട്ടിരിക്കുന്നു. ചേട്ടാ, ഞങ്ങൾ ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഡോർവൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്മിത എന്ന് പറയുന്ന ഒരു മാഡം വഴി ഞങ്ങൾ 5 പേരെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഈ 5 പേരും ഞങ്ങൾ ഇവിടുന്ന് ഡൽഹി പോയതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, അവർ 3 പേര് ആലപ്പുഴ ജില്ലക്കാരാണ്, ഒരാൾ കണ്ണൂരുള്ള ആളാണ്. ഈ 5 പേരും ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഞങ്ങൾക്കൊരു വിസ തന്നു, അത് ശരിയായില്ല. അപ്പോൾ ഞങ്ങളോട് പറയുന്നത് അടുത്ത റഷ്യക്കുള്ള വിസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ മാഡം വഴി ഇദ്ദേഹത്തിലേക്ക് എത്തിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ജോൺ എന്നായിരുന്നു. പക്ഷേ ജോൺ എന്നല്ല ശരിക്കുള്ള പേര്, പുള്ളിയുടെ പേര് സോനു മർഷൽ എന്നാണ്. ഞങ്ങൾ ഏകദേശം 21-ാം തീയതി, അതായത് പോലീസ് പിടിച്ചു നിർത്തിയ സോനു എന്ന് പറയുന്ന അതേ വ്യക്തിയെ തന്നെയാണ് ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് കണ്ടത്. പണം കൊടുത്ത ആള് തന്നെയാണ്. അതെ, പണം കൊടുത്തത് ഈ സ്ത്രീയുടെ കയ്യിലാണെങ്കിലും ഇവർ കൊടുത്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലും ഉണ്ട്, ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. അപ്പം അറിയാം ആരൊക്കെയാണെന്ന്. അതെ, പുള്ളിക്ക് അവിടെ ഒരു ഓഫീസുണ്ട്. DSR ഗ്ലോബൽ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഡൽഹിയിലാണ്. ഞങ്ങൾ ഏകദേശം 3 മാസത്തോളം അവിടെ കൊണ്ടുപോയി നരകവേദന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഭക്ഷണമില്ല. കാരണം ഞങ്ങൾ ഇവിടുന്ന് പോയി 3 ദിവസത്തിന് ഉള്ളിൽ ഞങ്ങൾ അവിടുന്ന് റഷ്യയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അതിനിടയിൽ വെച്ചിട്ടാണ് കണ്ണൂരുള്ള കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയും എനിക്കും കൂടി പുള്ളി പെട്ടെന്ന് തന്നെ ഒരു വിസിറ്റിംഗ് വിസയും ഒരു ടിക്കറ്റും എടുത്തതാണ്. എത്ര പോയി? എൻ്റെ ഇന്ന് 3.5 ലക്ഷം പ്ലസ് ഞങ്ങൾ അവിടെ താമസിച്ച റെന്റ്. അപ്പോൾ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ തേടി വന്നപ്പോൾ എന്താണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്? സിമ്പിളായിട്ട് പുള്ളി പോയി. പോലീസ് വിളിച്ചു വരുത്തിയ പ്രതി ഇറങ്ങി പോയി. പക്ഷേ ഇതിനിടയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ റഷ്യയിൽ നമുക്ക് മുന്നേ പോയവരുടെ കോൺടാക്ട് ഞങ്ങളുടെ കയ്യിൽ ഡീറ്റെയിൽസ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ പക്ഷേ റഷ്യ പോയിട്ട് തിരിച്ച് വന്നോ ഇല്ലയോ എന്ന് പോലും കുടുംബത്തിന് പോലും ഇപ്പോഴും അറിയില്ല.
അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. നിങ്ങൾ ഈ വിഷയമായിട്ട് ഇപ്പൊ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടുണ്ടായിരുന്നോ? 2 പ്രാവശ്യം കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പരാതി എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു റെസീപ്റ്റ് പോലും തന്നിട്ടില്ല. ഫോർട്ട് പോലീസിൽ നിന്നോ? ഇല്ല, ഇവിടുന്ന് 2 പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റെസീപ്റ്റ് 2 തന്നിട്ടില്ല. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും തരാം, ഒന്നുമില്ല. ഈ അപ്പോൾ പോലീസ് ഈ പ്രതിക്ക് എന്തെങ്കിലും പേരിൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു പരാതി കൊടുത്തതായിരുന്നു. അതായത് ഈ പുള്ളിയുടെ വീടിരിക്കുന്ന അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് ഞങ്ങൾ പോത്തൻകോട് പിന്നെ പോലീസ് സ്റ്റേഷനും പഞ്ചായത്ത് ഓഫീസ് ത്രൂ ഞങ്ങൾ അവരുടെ അഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ആലപ്പുഴക്കാരൻ ഞാനും പിന്നെ കണ്ണൂരുള്ള കുഞ്ഞികൃഷ്ണനും എല്ലാവരും കൂടെ വന്ന് ഇവിടെ താമസിച്ച് തങ്ങിക്കൊണ്ട് ഈ കാര്യങ്ങൾ മൊത്തം തീർത്തിട്ടും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും ഇത് തന്നെയാണ് മറുപടി. തെളിവുണ്ട്. ഞങ്ങൾ വന്നില്ല എന്ന് ഇവർക്കും പറയാൻ പറ്റില്ല, അവിടെയും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാത്തിനും വീഡിയോ ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷത്തിലാണ് ഇവിടെ വന്ന് കേസ് കൊടുക്കുന്നതെന്നുള്ളത്. എല്ലാ വർഷവും ഇവിടെ വന്ന് കേസ് കൊടുക്കും. കൃത്യമായി പറഞ്ഞപ്പോൾ 2 വർഷം. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ, അതായത് പോലീസ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ 1-ാം പ്രതി ഇവിടെ വരികയും ഉടനെ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു FIR പോലും എടുക്കാതെ അദ്ദേഹം വക്കീലിന്റെ സഹായത്തോടെ കാറിൽ പോയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും പൈസ അടക്കം ഇവരെ പിടിച്ചു വെച്ചിരുന്നതാണ്. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോലീസിന്റെ ഒത്താശയോടുകൂടി വക്കീലിന്റെ സ്ക്വാഡോടുകൂടി 36,27,000 രൂപ തന്ന സോനു മാർഷൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഉദ്യോഗ പദവിയും നിയമ സംരക്ഷണവും ഉൾപ്പെടെ അവൻ ഇവിടുന്ന് സുഖമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ അവരോട് പോലീസുകാരോട് ചോദിച്ചു, സാർ ഞാൻ ഈ തരേണ്ട പരാതിയിന്മേല് ഞാൻ തരേണ്ട കാശ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാശിന്മേല് ഞാൻ എല്ലാം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്താൽ പോലീസ് പറയുക ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മയില്ലാതെ എനിക്ക് മക്കളില്ല, പക്ഷെ എന്നെ വിശ്വസിച്ച് വന്ന എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെ എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. നിങ്ങളും ചത്തുപോയാൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഡ്യൂട്ടി കൂടെ. ഇതാണോ ഇതാണോ നമുക്ക് കിട്ടുന്ന നീതി? ഇവിടെയുള്ള SI CI ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും അവൻ വന്ന ഹ്യൂജ് ഫ്രോഡിന് വേണ്ടിയിട്ട് സപ്പോർട്ടാണ്. അവൻ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നതായിട്ടുള്ളത് അല്ലേ? ഷുവർ. പോലീസ് മാത്രമല്ല, അവൻ അവൻ്റെതായ അഡ്വക്കേറ്റ്, അവൻ നല്ല രീതിയിൽ കാശ് എറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പായി പറയാം, കാശ് അറിയണം അതെനിക്കറിയില്ലല്ലോ. പോലീസ് അവർക്ക് സപ്പോർട്ടല്ലേ. ഇപ്പൊ കുറ്റവാളി ഞാൻ. ഇന്നിപ്പോൾ ഒരു ഇര കൂടി ഇപ്പോൾ പറ്റിക്കപ്പെട്ടതായി ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ്, ഇനിയും വരും, നിയമത്തിന്റെ മുന്നിൽ ഇനിയും വരും. നാളെയും വരും കുട്ടികൾ, നാളെയും വരും ഉദ്യോഗാർത്ഥികൾ. സാർ, ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സാർ ഇപ്പോൾ ഒരാളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ സാറേ, അതെന്തായാലും സാർ അറസ്റ്റ് ആയിരുന്നോ അതോ റീ എൻക്വയറി വല്ലതായിരുന്നു സാർ? ഈ വിഷയമായിട്ട് സാർ എന്താണ് പറയാനുള്ളത്? പെറ്റീഷൻ മാത്രമാണ്. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പുള്ളി എത്ര 35 ലക്ഷം രൂപ തട്ടിയെന്നാണല്ലോ പരാതിക്കാരുടെ ആരോപണം. അതിൽ താങ്കൾ എന്ത് പറയുന്നു? പരാതിയാണല്ലോ, പരാതിക്ക് ഒളിപ്പിച്ചിരുന്നതാണ്. മാറി